വൈകുന്നേരം ആയപ്പോൾ ചേട്ടൻ വന്നപ്പോഴത്തേക്കും ചിക്കനും കപ്പയും വാങ്ങിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും അപ്പോൾ തന്നെ ഞങ്ങളത് പെട്ടെന്ന് റെഡിയാക്കാൻ തീരുമാനിച്ചു. ചിക്കനൊക്കെ വലിയ പീസായിരുന്നു ചിക്കന്. അപ്പോൾ അത് ഞങ്ങളൊന്ന് ചെറുതാക്കി. പിന്നെ അതിന് ശേഷം ചിക്കൻ കറി ഉണ്ടാക്കി. കപ്പ വേവിച്ചു. നല്ല കപ്പപ്പുഴുക്കും ചിക്കൻ കറിയാണ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം കഴിക്കാനായിട്ടിരുന്നത്. ഇടുക്കിക്കാരുടെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. കപ്പ, ചക്ക അങ്ങനെയുള്ള പുഴുക്കുകൾ ഒക്കെയാണ് ഇടുക്കിക്കാർക്ക് വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കൃഷി പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാകുമ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് പണിയൊക്കെ ചെയ്യുമ്പോൾ നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പണ്ട് കാലം മുതലേ കാരണവന്മാർ അങ്ങനെയൊക്കെയാണ് കഴിക്കാറ്. അപ്പോൾ അത് തലമുറകളായ ഞങ്ങളും അങ്ങനെ തന്നെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല കപ്പപ്പുഴുക്ക് ഉണ്ടാക്കി. അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല, ഭയങ്കര ഒരു ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഞാനൊരു ചേമ്പല പോയി എടുത്തുകൊണ്ട് വന്നു. ഇന്ന് ചേമ്പലക്കകത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഈ ചേമ്പിലക്കകത്ത് കഴിക്കുമ്പോൾ വാഴയിലെ പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കപ്പപ്പുഴുക്കും നല്ല ചിക്കൻ കറിയും കൂടി നല്ല കോമ്പിനേഷനായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിച്ചു. പിന്നെ എന്താണ് ഇന്നത്തെ നൈറ്റ് വേറെ ഒന്നും വേണ്ട. ഞങ്ങളുടെ അത്താഴം പോലെ തന്നെ കപ്പയും ചിക്കൻ കറിയും കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ ഇന്ന് തീർന്നു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ കുക്കിങ്, എൻ്റെ ലൈഫിനെക്കുറിച്ച്, ഞങ്ങളുടെ ഇടുക്കിയിലെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. നിങ്ങളുടെ വലിയേറെ കമൻസുകളും ലൈക്കുകളും ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ്. എന്തെങ്കിലും നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.